ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ലാസ്റ്റ് വീക്ക് ത്രൂ ഔട്ട് ഒരു ബ്ലഡ് ബാത്തിലൂടെയാണ് കടന്നുപോയത് എന്ന് നമ്മൾ കണ്ടതാണ്. പുതുതായിട്ട് ഉടലെടുത്ത ഗ്ലോബൽ ക്യൂസും യാതൊരു വിധത്തിലും പുറകോട്ട് പോകാൻ ഇല്ല എന്ന രീതിയിൽ നിർദാക്ഷിണ്യം സെല്ല് ചെയ്യുന്ന FIAസിന്റെ സെല്ലിങ്ങും ഇതൊക്കെ മാർക്കറ്റിന്റെ അണ്ടർ പെർഫോമൻസിന് കാരണമായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള ജിയോ പൊളിറ്റിക്കൽ കൺസേൺസും അതുപോലെ വരാൻ പോകുന്ന യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഷനൊക്കെ ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കുന്നതിനാൽ മാർക്കറ്റ് അതിൻ്റെ അണ്ടർ പെർഫോമൻസ് ഈ വീക്കും തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് കൂടാതെ മിക്സഡ് ആയിട്ടുള്ള Q3 ഏർണിങ്സ് അത് ഓവറോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെയും കുറച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയുടെ മാർക്കറ്റിൻ്റെ ആ ഒരു പെർഫോമൻസ് അതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് 5 ട്രേഡിംഗ് ഡേയിലും എക്സ്ട്രീം ഫിയർ സോണിലായിരുന്നു. ബ്രോഡ് മാർക്കറ്റിലെ വിവിധ ഇൻഡെക്സുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 2.51% നെഗറ്റീവിലാണ്. നിഫ്റ്റി നെക്സ്റ്റ് 50 3.77% നെഗറ്റീവിലാണ്. മിഡ് ക്യാപ്പ് 150 -4.4% നെഗറ്റീവിലാണ്. സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും -5% കൂടുതൽ നെഗറ്റീവിലാണ്. അപ്പോൾ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളെക്കാൾ വലിയ തോതിലുള്ള ഫോളാണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നമ്മൾ കാണുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും എല്ലാ സെക്ടറുകളും കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പെർഫോമൻസ് ടോട്ടലി നെഗറ്റീവാണെന്ന് കാണാം. നിഫ്റ്റിയിലെ മേജർ സെക്ടർ ഇൻഡെക്സുകളെല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. അവിടെ താരതമ്യേന വലിയ ഫോളില്ലാതെ പിടിച്ചു നിന്നത് FMCGയും മെറ്റൽ ഇൻഡെക്സും മാത്രമാണെന്ന് കാണാം. ഏകദേശം 1% മാത്രമാണ് ഈ രണ്ട് ഇൻഡെക്സുകളും താഴോട്ടേക്ക് പോയത്. എന്നാൽ നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി കമ്മോഡിറ്റീസ് ഈ ഇൻഡെക്സുകളൊക്കെ ഏകദേശം 2% കൂടുതലുള്ള ഒരു ഫോള് നടത്തിയതായിട്ട് കാണാം. ഏറ്റവും വലിയ ഫോള് നടന്നിട്ടുള്ളത് റിയാലിറ്റി ഇൻഡെക്സിലാണ്. 11% വമ്പിച്ച ഫോളാണ് കഴിഞ്ഞ ആഴ്ച മാത്രം ഉണ്ടായിട്ടുള്ളത്. കൂടാതെ മീഡിയ, എനർജി പോലെയുള്ള ഇൻഡെക്സുകളിലും 3 മുതൽ 4% വരെ ഫോള് നമുക്ക് കാണാം. അപ്പോൾ ഈ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഈ ഒരു ഡൗൺ ട്രെൻഡ് ഗ്ലോബൽ മാർക്കറ്റിലുണ്ട്. എങ്കിലും ഇന്ത്യയുടെ അത്ര ഡാമേജിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് അവിടെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഗ്ലോബൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ US ഇൻഡെക്സുകളും അതുപോലെ യൂറോപ്യൻ മാർക്കറ്റിലെ ഇൻഡെക്സുകളും ഒക്കെ നെഗറ്റീവ് തന്നെയാണ് ലാസ്റ്റ് വീക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് ഇന്ത്യയുടെ അത്ര വലിയൊരു ഫോൾ അവിടെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ കാര്യങ്ങൾ കുറച്ചും കൂടി മിക്സഡ് ആണ്. എങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളുടെയും ഇൻഡെക്സുകൾ പോസിറ്റീവാണ്. ഇപ്പോൾ സിംഗപ്പൂരിൻ്റെ സ്ട്രേറ്റ് ടൈംസ് 0.8% പോസിറ്റീവാണ്. തായ്വാൻ്റെ വെയ്റ്റഡ് ആവറേജ് 1.76% അപ്പാണ്. കൊറിയയുടെ കോസ്പി 3.08% അപ്പാണ്. അതുപോലെ തായ്ലാൻഡിൻ്റെ സെറ്റ് കോമ്പസിറ്റ് 3% അപ്പാണ്. ചൈനയുടെ ഷാങ്കായ് കോമ്പസിറ്റ് 0.8% അപ്പാണ്. ആകെ നെഗറ്റീവിൽ കാണുന്നത് ഹോങ്കോങ്ങിൻ്റെ ഹാങ്സെങ്ങും 0.39% കഴിഞ്ഞ ആഴ്ച നെഗറ്റീവായിരുന്നു. അതുപോലെ ജക്കാർത്തയുടെ കോമ്പസിറ്റ് 2% താഴോട്ടേക്ക് വന്നിരുന്നു. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളെക്കാൾ വലിയ തോതിൽ അണ്ടർ പെർഫോമിംഗ് ആയിട്ടാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ഈ ഒരു അണ്ടർ പെർഫോമൻസിൻ്റെ പ്രധാന കാരണം FIAസിൻ്റെ സെല്ലിംഗ് ആണ്. ഇപ്പോൾ FIAസിൻ്റെ ഒരു സെല്ലിംഗ് ഡാറ്റ നമ്മൾ ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ ആഴ്ച മാത്രം 14,469 കോടിയാണ് നെറ്റ് സെല്ലിംഗ് നമ്മൾ ആ ഫിഗർ കാണുന്നത്. എന്നാൽ അവിടെ ആശ്വാസകരമായിട്ട് അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 20,743 കോടിയുടെ ബൈങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ജനുവരി പിറന്നതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ FIAs ഒരേ ഒരു ട്രേഡിംഗ് സെഷനിൽ മാത്രമാണ് അവർ നെറ്റ് ബയേഴ്സ് ആയിട്ടുള്ളത്. 289 കോടിയുടെ ഒരു നേരിയൊരു ബൈങ് ജനുവരി 2-ാം തീയതി അവർ നടത്തിയതായിട്ട് കാണാം. അതിനുശേഷമുള്ള എല്ലാ ട്രേഡിംഗ് സെഷനിലും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ ഓൾറെഡി ഈ ഒരു വർഷം പിറന്നതിന് ശേഷം 40,704 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് FIAs ഇതുവരെ നടത്തിയിട്ടുള്ളത്. അവിടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിനെ താങ്ങി നിർത്തിയിട്ടുണ്ട് എന്ന് കാണാം. 54,872 കോടിയുടെ വമ്പിച്ച ബൈങ് ഈ ഒരു വർഷം പിറന്നതിന് ശേഷം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയതായിട്ട് കാണാം. ഇപ്പോൾ FIAസിൻ്റെ സെല്ലിങ്ങിൻ്റെ ആ ഒരു തിരിച്ചടി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ വീക്ക്നെസ് മറ്റൊരു തിരിച്ചടിയായിട്ട് നിൽക്കുന്നത് കാണാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡോളറിനെതിരെ റുപ്പിയുടെ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ 19-ാം തീയതി 90.9 ഓൾമോസ്റ്റ് 91 അടുത്തുണ്ടായിരുന്നു. അത് പിന്നീട് അടുത്തുള്ള ട്രേഡിംഗ് സെഷനിൽ 91-ന് മുകളിലാണ് 4 ദിവസങ്ങളിൽ അത് ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ 91.98 എന്നുള്ള ഹൈ വരെ ഇന്ത്യൻ റുപ്പി ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. അതായത് ഓൾമോസ്റ്റ് 92 എന്നുള്ള റെക്കോർഡ് ലെവലിലുള്ള വീഴ്ചയാണ് റുപ്പിയിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിലെ താരങ്ങളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഗോൾഡും സിൽവറുമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഗോൾഡിനെയും സിൽവറിനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ETF നോക്കുകയാണെങ്കിൽ അപ്പോൾ പ്രധാനപ്പെട്ട ETF ആയിട്ടുള്ള ഗോൾഡ് പീസിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയാൽ 6.95% ആണ് കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിൽ മുന്നോട്ടേക്ക് കയറിയത്.
എന്നാൽ സാധാരണഗതിയിൽ ഗോൾഡിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന സിൽവർ കഴിഞ്ഞ ആഴ്ച അണ്ടർ പെർഫോമൻസ് ആണ് നടത്തിയത്. കാരണം സിൽവറിൽ വലിയ തോതിലുള്ള വളറ്റിലിറ്റി ഉണ്ടായിരുന്നു. കാരണം അവിടെ അണ്ടർലൈങ് അസറ്റിൻ്റെ ഒറിജിനൽ സിൽവർ പ്രൈസിനേക്കാൾ വളരെ കൂടുതലാണ് ETF-ൻ്റെ പ്രൈസ് കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശക്തമായ ഫോള് കഴിഞ്ഞ ആഴ്ച സിൽവറിലുണ്ടായിരുന്നു. എങ്കിൽ പോലും സിൽവർ 5.8% പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഓൾമോസ്റ്റ് ഗോൾഡിനോട് അടുത്ത് തന്നെ റിട്ടേൺ കഴിഞ്ഞ ആഴ്ച സിൽവറിൻ്റെ ETF നൽകിയതായിട്ട് കാണാം. അപ്പോൾ വരാൻ പോകുന്ന നെക്സ്റ്റ് വീക്കിൻ്റെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നത് തീരുമാനിക്കുന്ന ചില പ്രധാനപ്പെട്ട ഇവൻറ്റുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റ് നോക്കിയാൽ അത് യൂണിയൻ ബഡ്ജറ്റാണ്. കൂടാതെ നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ 4 ട്രേഡിംഗ് ഡേ മാത്രമേ മാർക്കറ്റിലുള്ളൂ എങ്കിലും ഈ യൂണിയൻ ബഡ്ജറ്റ് ഉള്ള ദിവസം, അതായത് ഫെബ്രുവരി 1 ഞായറാഴ്ച വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ NSE-യിലും BSE-യിലും അവർ സർക്കുലർ മുഖേന ഫെബ്രുവരി 1-ാം തീയതി ബഡ്ജറ്റിലെ ട്രേഡിങ് സാധാരണ നടക്കുന്നത് പോലെ അനുവദിക്കുന്നതാണ്. അപ്പോൾ നാളെ അഥവാ 26-ാം തീയതി റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചിട്ടുള്ള ഹോളിഡേ ആണെങ്കിലും നെക്സ്റ്റ് സൺഡേ ഓപ്പൺ ആകുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് 5 ട്രേഡിംഗ് ഡേ ലഭിക്കുമെന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ പ്ലാനുകൾ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങിൻ്റെ ഒരു പാറ്റേൺ, അതുപോലെ ഫിസിക്കൽ ഡിസിപ്ലിൻ, എക്കണോമിക് ഗ്രോത്ത് തുടങ്ങിയ മേഖലയിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻ്റാണ് ബഡ്ജറ്റ്. അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ അത് ബിസിനസ്സുകളെയും ഇൻഡസ്ട്രികളെയും ഓവറോൾ ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബജറ്റ് ഡേ നമുക്കറിയാം പ്രൈസ് ഡിസ്കവറി നടക്കും. കാരണം അവിടെ പല വിധത്തിലെ അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് മാർക്കറ്റിൽ വളറ്റിലിറ്റി ഉണ്ടാവും. അപ്പോൾ അത്തരം ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻസ് പല സ്റ്റോക്കുകളിലും അപ്പ് ആൻഡ് ഡൗൺസ് സൃഷ്ടിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസം മാർക്കറ്റ് ഹോളിഡേ ആവുകയാണെങ്കിൽ അത് മാർക്കറ്റിൻ്റെ വളറ്റിലിറ്റിയെ നെക്സ്റ്റ് ഡേ വലിയ തോതിൽ സ്വാധീനിക്കും. കാരണം അവിടെ ബിഗ് പ്ലെയേഴ്സ് വലിയ തോതിലുള്ള ഓപ്പറേറ്റർ ഗെയിമുകൾ നടത്താൻ സാധ്യത. അതുകൊണ്ട് തന്നെ ബജറ്റ് ഡേ ട്രേഡിംഗ് ഡേ അനുവദിച്ചത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കൂടുതൽ മാർക്കറ്റ് ട്രാൻസ്പെറൻ്റ് ആവാൻ സഹായിക്കും. നെക്സ്റ്റ് വീക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇവൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് US-ൻ്റെ ഫെഡ് മീറ്റിംഗ് ആണ്. ഇപ്പോൾ ജനുവരി 27-നാണ് US-ൻ്റെ ഫെഡ് റിസർവ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. അത് ജനുവരി 28-ന് അവസാനിക്കുകയും ചെയ്യും. അന്ന് നമുക്ക് തീർച്ചയായിട്ടും ജെറോം പവലിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കുമെന്നാണ് പൊതുവേ മാർക്കറ്റ് വിലയിരുത്തുന്നതെങ്കിലും റേറ്റ് കട്ടിൻ്റെ ഒരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ ഒരുപക്ഷെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു സാധ്യതയുള്ളത് ഇപ്പോഴും സോൾവ് ആവാതെ കിടക്കുന്ന ഗ്രീൻലാൻഡ് ഇഷ്യൂ തന്നെയാണ്. നാറ്റോയുമായിട്ട് ഒരു ചർച്ച നടന്നിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ US-ന് ഗ്രീൻലാൻഡിലേക്ക് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ഉണ്ട് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ഫ്രെയിംവർക്കൊക്കെ ഇപ്പോഴും അൺക്ലിയർ ആണ്. അത് ഗ്രീൻലാൻഡ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഫെഡറിക് നെയിൽസൺ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ ഈ അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇനിയും ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ US നാറ്റോ ഗ്രീൻലാൻഡ് ആ അഗ്രിമെൻറ്റ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് നമ്മൾ കാണുന്നത് ഇന്ത്യ US-മായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡ് ഡീലിൻ്റെ ആ 25% എന്നുള്ള പെനാൽറ്റി താരിഫ്, അത് റഷ്യയിൽ നിന്നും ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ അമേരിക്ക ഏർപ്പെടുത്തിയ അഡീഷണൽ താരിഫാണ്. അത് എടുത്തു കളയാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി കുറച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ഈ ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ ഏകദേശം 30% ഒരു ഇമ്പോർട്ട് ഫോള് ഈ ഓയിൽ ഇമ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഒരു യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമായ കാര്യമായിരിക്കും. കാരണം ഇപ്പോൾ 50% ടോട്ടൽ താരിഫാണുള്ളത്. അതിൽ നിന്നത് നേരെ പകുതിയായി കുറയുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ട്രേഡ് ടോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അനന്തമായി നീളുന്ന ഈ ഒരു സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു 25% താരിഫ് US എടുത്തു കളയുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അത് നെക്സ്റ്റ് വീക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിനെ സ്വാധീനിച്ചേക്കാം. ഇതുപോലെ മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന Q3 റിസൾട്ടിൻ്റെ ആ ഒരു സീസൺ അത് അതിൻ്റെ 3ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകളിൽ ഇൻഫോസിസ് നടത്തിയിട്ടുള്ള ഒരു പോസിറ്റീവ് ഗൈഡൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പല സെക്ടർ ലീഡിംഗ് സ്റ്റോക്കുകളും അതിൻ്റെ റിസൾട്ടുകളൊക്കെ മിക്സഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ചില തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കിങ് സ്റ്റോക്കുകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു Q3 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു സ്ട്രെങ്ത് IT സെഗ്മെൻറ്റിലായാലും ബാങ്കിങ് സെഗ്മെൻറ്റിലായാലും നമുക്ക് കാണാൻ കഴിയില്ല.
ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പല റിസൾട്ടുകളിൽ ഒന്ന് LNTയുടെ റിസൾട്ടാണ്, മറ്റൊന്ന് ITCയുടെ റിസൾട്ട് വരുന്നുണ്ട്. കൂടാതെ മാരുതി സുസുക്കി, അദാനി എൻ്റർപ്രൈസസ്, ആക്സിസ് ബാങ്ക്, ഗെയിൽ, NTPC പോലെയുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികളുടെയും റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ഒരു Q3 ഏർണിങ്സിൻ്റെ ഓവറോൾ പിക്ചർ നമ്മൾ മണി കൺട്രോൾ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് 5014 സ്റ്റോക്കുകളിൽ ഏകദേശം 450ഓളം സ്റ്റോക്കുകൾ ഓൾറെഡി റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ഒരു ഇയർ ഓൺ ഇയർ റവന്യൂ ഗ്രോത്ത് 12% മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ നെറ്റ് പ്രോഫിറ്റിലും ഇയർ ഓൺ ഇയറിൽ ഒരു 10% ഒരു ഗ്രോത്തുമാണ് ആവറേജ് കാണുന്നത്. ഇപ്പോൾ 253ഓളം ഈ ഇത്തരം റിസൾട്ട് പ്രഖ്യാപിച്ച കമ്പനികളുടെ ഗ്രോത്ത് പോസിറ്റീവാണ്. അതുപോലെ 197ഓളം കമ്പനികളുടെ ഗ്രോത്ത് നെഗറ്റീവുമാണ്. ഇനിയും വലിയൊരു ഭൂരിപക്ഷം കമ്പനികളുടെയും റിസൾട്ടുകൾ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീമാച്ചുറായിട്ട് നമുക്കൊരു അസംഷനിൽ എത്താൻ കഴിയില്ല. അപ്പോൾ വരാൻ പോകുന്ന റിസൾട്ടുകൾ കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അതുപോലെ നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ IPO മാർക്കറ്റ് പൊതുവേ ശാന്തമാണ്. കാരണം പുതുതായിട്ട് ഏതെങ്കിലും IPO ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഓൾറെഡി ഷാഡോ ഫാക്സ് ടെക്നോളജിയുടെ IPO മാത്രമാണ് നിലവിൽ ലിസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ IPO ഓൾറെഡി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലിസ്റ്റിംഗ് പ്രതീക്ഷിക്കുന്നത് ജനുവരി 28 അപ്പോൾ ഈ ഷാഡോ ഫാക്സ് എന്ന് പറയുന്നത് ഒരു ലോജിസ്റ്റിക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇ-കൊമേഴ്സ് എക്സ്പ്രസ് പാർസൽ ഡെലിവറി സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ ക്ലയൻസിൽ മീഷോ, ഫ്ലിപ്കാർട്ട്, മൈന്ത്ര, സ്വിഗ്ഗി, ബിഗ് ബാസ്ക്കറ്റ്, സെപ്റ്റോ, നൈക്ക, ബ്ലിങ്കിറ്റ്, സൊമാറ്റോ, യൂബർ പോലെയുള്ള പല ലീഡിംഗ് കമ്പനികളെയും കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു IPO മാർക്കറ്റിൽ വലിയ റെസ്പോൺസ് നൽകിയിട്ടില്ല എന്ന് വ്യക്തമാണ്. കാരണം ഇതിൻ്റെ കറണ്ട് ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യതയില്ലാത്ത ഒരു IPO ആയിട്ടാണ് കാണുന്നത്. കാരണം പൊതുവെ ഒരു പുവർ ആയിട്ടുള്ള റെസ്പോൺസാണ് GMPയിലുള്ളത്. ഏകദേശം 3% ഡൗൺ ആയിട്ടാണ് അതിൻ്റെ IPO പ്രൈസിനേക്കാൾ താഴെയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാണുന്നത്. അപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ പൊതുവെ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സിലൂടെ മാർക്കറ്റ് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഘട്ടങ്ങളിൽ പുതിയ IPOകൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരു റിക്കവറി ഉണ്ടാകുമ്പോൾ ആയിരിക്കും ഇനി പുതിയ IPOകളൊക്കെ വരിക. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ടിൽ അതിൻ്റെ ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ 25,000-ഉം 25,100-ഉം ഒരു സപ്പോർട്ട് കൺസോളിഡേഷൻ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ 25,300 മുകളിൽ ക്രോസ് ചെയ്തുകൊണ്ട് 25,500 ലെവലിലൊക്കെ എത്തുക എന്നുള്ളതാണ് നിഫ്റ്റിയുടെ ഒരു ലക്ഷ്യം. അത് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് പഴയ ലെവലുകളിലേക്കൊക്കെ നിഫ്റ്റി തിരിച്ചു വരികയുള്ളൂ. അതായത് 26,000-ൽ നിന്നാണ് ഈ ലെവലിലേക്കൊക്കെ നിഫ്റ്റി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ തിരിച്ചു പോകണമെങ്കിൽ ഈ പ്രധാനപ്പെട്ട കടമ്പകളായിട്ടുള്ള 25,300-ഉം 25,500-ഉം ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ 25,000 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ 24,800-ഉം ഒരു പക്ഷേ 24,500 വരെയൊക്കെ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഈ ഓപ്ഷൻ മാർക്കറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ 25,300, 25,400 ഒക്കെയാണ് ഹയസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പണിംഗ് ഇൻട്രസ്റ്റുകൾ. അതേസമയം പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് 25,000-ഉം 25,200 ഒക്കെയാണ്. അപ്പോൾ വളരെ നാരോ ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിനെ സമീപിക്കുന്നത്. കാരണം ഏത് ഡയറക്ഷനിലേക്കും മാർക്കറ്റ് പോയേക്കാം എന്ന ഭയം മാർക്കറ്റിൽ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.